since my hair got cut and dyed. And I've had 7 days since I tried to rip a chapter out my mind. I've tried, and his laugh was just as soft as yours, smiling just as wide. He could be what I like, and his voice is just as dark as yours, freckles just as light. Could be what I desire. Still feels like my hands are tied, hands are tied, hands are tied. 'Cause he's got those stranger eyes, stranger eyes, stranger eyes. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അമേരിക്കൻ ഡ്രീംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആണ്. അപ്പം നമ്മൾ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് നമ്മൾ അധികം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മളെല്ലാവരും ഓർത്ത് ചെയ്യേണ്ട കാര്യമാണ് മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുക. ഒരു വർഷത്തിൽ ഒരു തവണയേ ഉള്ളൂ ഈ മാമോഗ്രാം ടെസ്റ്റ്. ഇറ്റ് റിയലി ഹെൽപ്സ്. ഈവൻ നമ്മൾ സെൽഫ് എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമെങ്കിലും മാമോഗ്രാം ടെസ്റ്റ് ഇസ് വെരി എഫക്റ്റീവ്. അപ്പം നമ്മളത് മറക്കാതെ ഈ മാസം ചെയ്യുക. സോ അത് വളരെ ഒരുപാട് നേരത്തെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ അത് കണ്ടുപിടിക്കാൻ സഹായിക്കും. ചികിത്സയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ജീവന് തന്നെ ജീവൻ തിരിച്ചു കിട്ടാൻ തന്നെ വളരെ സഹായിക്കും. പിന്നെ ഇന്ന് ഹേമമാലിനിയുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ആക്ട്രസ് ആയിരുന്നു ആ ഒരു സമയത്ത്. എനിക്കൊന്നും ഇപ്പോഴും ഹേമമാലിനിയുടെ ആ ചാമും പേഴ്സണാലിറ്റിയും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഇന്ന് ഹേമമാലിനിയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പം ഞാൻ ഓർത്തു എന്നാ ഒരു സാരി വ്ളോഗ്. അപ്പോൾ സാരി വ്ളോഗ് ഓൾറെഡി ഞാൻ ഒരെണ്ണം ചെയ്തു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് അത് പോയി കാണുക. അത് വ്യത്യസ്തമായ കുറേ സാരിയുടെയൊക്കെ വ്ളോഗായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു നമ്മുടെ ആ ഒരു ബോളിവുഡ് സ്റ്റൈൽ, അല്ലേ, നമ്മൾ എന്തൊക്കെ വില കൂടിയ സാരി നമ്മൾ ഉടുത്തു കഴിഞ്ഞാലും നമ്മൾ ബോളിവുഡ് മൂവീസിൽ ആ ഇതുപോലത്തെ ഷിഫോൺ സാരി, ആ ഒരു സമയത്ത് ശ്രീദേവി, ഹേമമാലിനി, ദിവ്യ ഭാരതി എല്ലാവരും ഇങ്ങനത്തെ പ്ലെയിൻ ഷിഫോൺ സാരി. എനിക്കൊന്ന് ഇപ്പോഴും അതെ, ഐശ്വര്യ റായ് എല്ലാവരും ആ ഒരു പ്ലെയിൻ ഷിഫോൺ സാരിക്ക് ഭയങ്കര ഒരു ഡിമാൻഡാണ്. ഒരു പ്രത്യേക എടുത്തു പറയത്തക്ക ഒരു ഭംഗിയാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് ഒബ്വിയസ്ലി ഞാൻ ഈ ഉടുത്തേക്കുന്ന പിങ്ക് സാരിയിൽ നിന്നാണ്. ഈ പിങ്ക് സാരിക്ക് ഗസ് ചെയ്ത് നോക്കുക എന്ത് വിലയാണ്. ഈ സാരിക്ക് 300 രൂപയാണ്. ഞാൻ പോത്തീസിൽ നിന്ന് മേടിച്ചാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു റോസ് പിങ്ക് ആണ്, പക്ഷെ ലൈറ്റിൽ നല്ല ഡാർക്ക് പിങ്ക് ആയിട്ട് കാണിക്കുന്നത് ഇത് റോസ് പിങ്ക് ആണ്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തുള്ള ഈ ബോർഡറില്ലേ, ഇത് അവിടെ താഴെ ഇങ്ങനെ പലതരം ബോർഡർ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇതിനെന്തോ 50 രൂപയേ ഉള്ളൂ മീറ്ററിന് കേട്ടോ. അപ്പം ഞാൻ കുറച്ചിങ്ങനെ നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ വാങ്ങിച്ചിട്ട് അത് വെക്കാൻ കൊടുത്തു. നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ഞാൻ അവിടുന്ന് തന്നെ ഈ ബ്ലൗസ് എടുത്തു. അപ്പോൾ ഈ ബ്ലൗസിൽ ഇച്ചിരി ഗോൾഡ് കൂടുതലാണ്, പക്ഷേ സമയക്കുറവ് കാരണം ഞാൻ അവിടുന്ന് തന്നെ ഈ ഒരു ബ്ലൗസ് എടുത്തു. ബാക്ക് നല്ല റിസൾട്ടൊക്കെയാണ്, കണ്ടോ? ഓക്കെ, ബാക്കിലൊക്കെ ബോർഡർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പിങ്ക് സാരിയുടെയും പോവും, പിന്നെ പിങ്ക് പട്ട് സാരിയുടെ പോവും. അപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ ഈ മാല, അപ്പോൾ ഞാൻ ഓർത്തു യൂഷ്വലി ഞാൻ ഈ ഒരു പിങ്ക് നെക്ലസ്സാണ് ഇടുന്നത്, പക്ഷേ ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ബ്ലാക്ക് മാലയാണ് ഇട്ടേക്കുന്നത്. നല്ലൊരു തിളങ്ങുന്ന മാല അല്ലേ, നല്ല രസമുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും വില കൂടിയ സാരി. ഇതെൻ്റെ കല്യാണ സാരിയാണ്. ഇതിന് എനിക്കൊന്ന് 30,000-35,000 രൂപ എന്തോ ആണ് വില, എനിക്ക് ഓർമ്മയില്ല, കുറേ കാലമായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം പക്ഷേ ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ആളുകൾക്ക് കല്യാണ സാരി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഒരു കാര്യം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഇത് കല്യാണ സാരി ആണെങ്കിലും എനിക്കധികം വെയിറ്റ് പാടില്ല, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. കാര്യം പിന്നെ നമുക്ക് ഉടുക്കണമെങ്കിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് സാരിയെ പറ്റുള്ളൂ. നമുക്ക് കല്യാണ സാരിയൊക്കെ പിന്നെ ഉടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ലൈറ്റ് വെയിറ്റ് സാരി മതി. ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് ഭംഗി നോക്കാനേ നമുക്ക് പറ്റുമോ, ഇപ്പം ഉടുക്കാനൊന്നും പറ്റത്തില്ല. എനിവേ, ഇതാണ് എൻ്റെ കല്യാണ സാരി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെൻ്റെ ബ്രദർ എനിക്കായിട്ട് എടുത്തു വെച്ചാണ്. അപ്പോൾ ഇതൊരു പ്യുവർ ജൂട്ട് സാരിയാണ്.
പ്യൂർ ജൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് സാധനം. ജൂട്ടിൻ്റെ എനിക്ക് തന്നെയുണ്ട് ജൂട്ടിൻ്റെ വില കുറഞ്ഞ സാരി. അപ്പോൾ അതിനൊരു അരം പോലിരിക്കും കേട്ടോ, നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു അരം പോലിരിക്കും. പക്ഷെ ഒറിജിനൽ ജൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, അത് ഉടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് അഗെയിൻ നേരത്തെ കഴിഞ്ഞ വ്ളോഗിലൊരു ബ്രൈറ്റ് പിങ്ക് കാണിച്ചില്ലേ, അതുപോലെയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതൊരു പിങ്ക് ഓറഞ്ച് പീച്ച് കളർ സാരിയാണ്. അപ്പം ഇത് എൻ്റെ ചേട്ടൻ മേടിച്ചെന്ന സാരിയാണ്. പിന്നെ അടുത്തതായിട്ട് ഇതും നമ്മൾ കല്യാണത്തിന് 1-2 സാരി എടുക്കുമല്ലോ. അപ്പം എഗെയിൻ ഞാൻ പിങ്ക് തന്നെ എടുത്തു. അത് കല്യാണ സാരി പോലെ തന്നെ ഇരിക്കുന്നു അല്ല ഏകദേശം, പക്ഷേ അത്രയും വിലയൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു കോട്ടൺ സാരിയിലേക്ക് പോവാം. അപ്പോൾ ഇത് എഗെയിൻ ഒരു വളരെ വില കുറഞ്ഞ, എനിക്ക് 700 രൂപ എന്തോ ഉള്ളൂ. ഇതൊരു കോട്ടൺ സാരിയാണ്. ഇതിൽ 3 ഷെയ്ഡുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഉടുക്കാം, ഇത് ഇങ്ങനെ വേണമെങ്കിലും ഉടുക്കാം. ഈ സാരി ഇത് ഒരു ഭയങ്കര ഡിഫറെൻറ്റ് സാരിയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാം. ഇത് നിറയെ ലേസാണ്. ഇത് എനിക്ക് എന്തോ ഒരു ഗെയിം കളിച്ചപ്പോൾ എനിക്കൊരു ആമസോൺ ഗിഫ്റ്റ് കാർഡ് കിട്ടി, $25 എന്തോ. അപ്പം ആമസോൺ ഗിഫ്റ്റ് കാർഡ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ആമസോണിൽ കയറിയിട്ട് $25 എന്ത് മേടിക്കാൻ നിങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഈ സാരി കണ്ടു. അപ്പോൾ ഇതൊരു പ്രത്യേക സ്റ്റൈലാണ്. താഴെ ബോർഡർ മുഴുവനും ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു പ്രത്യേക സാരി. അപ്പോൾ $25 ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇതിൻ്റെ എല്ലാ ഷെയ്ഡും ഉണ്ട്. ട്രസ്റ്റ് മീ, ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ അത്ര ഭംഗിയില്ലെങ്കിൽ ഉടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. നമുക്ക് ട്രഡീഷണൽ ആയിട്ടൊരു പട്ട് സാരി നോക്കാം. കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ചാണ്. എൻ്റെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് നാട്ടിൽ പോയപ്പം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷത്തെ ചൂട്. എൻ്റെ ദൈവമേ, ഒരു പ്രത്യേക ചൂടായിരുന്നു. ഞാൻ വലിയ കാര്യത്തിൽ ഈ കാഞ്ചീപുരം ലൈറ്റ് വെയ്റ്റ് സാരിയൊക്കെ മേടിച്ചു. ഇതൊരു ഉള്ളിയുടെ കളർ എന്ന് പറയില്ല, ആ ഒരു ഷെയ്ഡാണ്. ഭയങ്കര ലൈറ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം ചൂട് തോന്നത്തില്ല. കാര്യം പോർച്ചേസിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ബ്ലൗസ് കണ്ടു. അപ്പം നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടാണ്, എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ, ഞാൻ ഇടാം. ആ ഫോട്ടോയിൽ ഞാൻ ഈ പിങ്ക് പട്ടുസാരിയും ഈ ബ്ലൗസും നിറയെ ഗ്രാൻഡ് വർക്കാണ്. സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മേടിച്ചു, ബ്ലൗസൊക്കെ തച്ചു. അന്ന് രാവിലെ ആയപ്പം ചൂട് സഹിക്കാൻ വയ്യ. ഞാൻ ഒരു ലെഹങ്ക ഇട്ടുകൊണ്ടാണ് പോയത് കല്യാണത്തിന്, കാര്യം പട്ടുസാരി എടുക്കാൻ പറ്റിയില്ല. അപ്പം ഈ സാരി ഈ ബ്ലൗസും ഒരു മാരക കോമ്പിനേഷനാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്കൊരു ജഗജഗ സാരിയിലോട്ട് പോവാം. അത് ഈ പറഞ്ഞ പോലെ പണ്ട് ഈ കുറേ നാൾ മുമ്പ് ഇങ്ങനത്തെ സാരി ഒരു പോപ്പുലറായിരുന്നു, നോർത്ത് ഇന്ത്യൻ സാരി. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഷിഫോൺ നെറ്റും ഒക്കെ ആയിട്ട്. ഇത് നല്ല ഭംഗിയാണേ, പക്ഷേ ഇത് ഭയങ്കര ഹെവിയാണ്. അത് കാരണം എനിക്ക് ഉടുത്തൊക്കെ കഴിയുമ്പം ഒരു അസ്വസ്ഥതയാണ്. പക്ഷെ ഇത് സിൽവർ സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മേ ഭയങ്കര അടിപൊളിയാണ്. കണ്ട എന്നിട്ട് ഷാറുഖ് ഖാൻ്റെ മൂവിയിലെ പോലെ ഹാപ്പി ലാ 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 ലാ. കണ്ട, നിങ്ങൾ കണ്ടല്ല, സ്വന്തം അമ്മയെ ഉപദ്രവിക്കുന്ന മക്കളെ കണ്ടല്ലോ. ഓക്കെ, ആ പാട്ടൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഒരു അടിപൊളി സാരിയാണ്, കളിയാക്കാതെ പിള്ളേരെ. വേറൊരു സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജൂട്ടിൻ്റെ ഒരു സാരിയാണ്, വാടാമുല്ല കളർ. സൂപ്പർ കളറാണ് വാടാമുല്ലയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാടാമുല്ല കളറ്. കണ്ട,
എന്താ ഭംഗി നോക്ക്. ആ വാടാമുല്ല കളറിൽ ഞാനിങ്ങനെ സിൽവർ ബോർഡർ അധികം കണ്ടിട്ടില്ല. ഇത് കണ്ട സിൽവർ ബോർഡർ. അപ്പം ഈ വാടാമുല്ല കളറും സിൽവർ ബോർഡറും കൂടെ വന്നപ്പോഴത്തേക്ക് സിൽവർ മാത്രമല്ല കേട്ടോ, ചെറിയൊരു ഗോൾഡ് കൂടിയുണ്ട്. ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റും. അടിപൊളി ഒരു കളറാണ്, എല്ലാവർക്കും ചേരും. സൂപ്പർ അല്ലേ? നല്ലൊരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് സാരിയാണ്. ഓക്കെ, ഇനി ഇച്ചിരി ഒരു ഡിഫറെൻറ്റ് സാരിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ലെഹങ്ക സാരി എന്ന് പറയും. ആക്ച്വലി ഇത് കണ്ടോ, ഇത് ലെഹങ്ക പോലെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത് ലെഹങ്ക പോലെ ചുറ്റി. അപ്പം ഇതിന് നമുക്ക് താഴെ നമ്മൾ പ്ലീറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ലെഹങ്ക പോലെ ഉടുത്തിട്ട് പിന്നെ ബാക്കി പോർഷൻ സാരിയാണ്. അപ്പം ഇങ്ങനൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ താഴെ പാവാട പോലെയാണ് അതിൻ്റെ പിങ്ക് സ്കേർട്ട്. ഇന്നലെ വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി. അപ്പോൾ നമ്മുടെ മുറിയിൽ ഡിം ലൈറ്റാണ്. അപ്പോൾ സാരിക്കൊന്നും ഒരു ഭംഗി വന്നില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ക്ഷീണിച്ചു പോയി. വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു, അപ്പോൾ ഞാൻ ക്ഷീണിച്ചു പോയി. അപ്പം ഞാൻ ഓർത്തു ഇന്ന് അതിൻ്റെ ബാക്കി എടുക്കാമെന്ന്. ഇതൊരു പട്ടുസാരിയാണ്, ലൈറ്റ് വെയ്റ്റ് പട്ടുസാരിയാണ്. അപ്പം ഇതൊരു പിങ്ക് ആൻഡ് ഓറഞ്ച് ഷെയ്ഡാണ്. ഇതെൻ്റെ ഫ്രണ്ട് മദ്രാസ്, അവരുടെ സ്ഥലം മദ്രാസ്. ഇതാണ് ആ സാരിയുടെ പ്രത്യേകത. നല്ല ഷെയ്ഡാണ് കേട്ടോ. ആ ഒരു പിങ്കും ഓറഞ്ചും കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നല്ല നല്ല ഭംഗി സാരി. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ഒന്നുമല്ല, പക്ഷേ ഇത് നമ്മൾ ഒരു ചെറിയ ഫങ്ഷനൊക്കെ നമുക്ക് ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ്. വളരെ വില കുറവാണ്. കണ്ടു കഴിഞ്ഞാൽ പട്ടുപോലിരിക്കും, എന്നാൽ പട്ടല്ല. എന്ത് മെറ്റീരിയൽ ആണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക്. അപ്പം ശരിക്കും പറയാം ഒരു റോസാപ്പൂവിൻ്റെ നിറമാണ്. ഇത് ജൂട്ടാണ്. എഗെയിൻ ഇതിന് വലിയ വിലയൊന്നും കൊടുത്തില്ല. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നാട്ടിൽ പോയപ്പം ഞാൻ നാട്ടിലധികം സാരി കൊണ്ടുപോകില്ല. അപ്പം നാട്ടിലിങ്ങനെ ചെറിയ ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോയി സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയി മേടിക്കുന്നതാണ്. അപ്പം ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സാരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട്, അപ്പോൾ ഞാനും അമ്മയും ഇതേ സാരി, ഇതേ ഈ ബ്ലൗസുമായിട്ട് ഇതേ സാരി ഉടുത്ത് ഞങ്ങൾ കല്യാണത്തിന് പോയി. അപ്പോൾ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരേപോലത്തെ കളർ സാരി, ബ്ലൗസ് വേറെയാണ്, പക്ഷെ ഞങ്ങൾ ഒരേപോലത്തെ കളർ സാരി എടുത്തിട്ട് നമ്മൾ ട്വിൻസിനെ പോലെ കല്യാണത്തിന് പോയി. എല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നേ, പക്ഷെ ഫണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അമ്മ പറഞ്ഞു, ഇടി എന്നെ വേഷം കെട്ടിക്കുകയാണ് നീ, അതേപോലത്തെ സാരി വേറെ കളർ ഉടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മയും എൻജോയ് ചെയ്തു, ഞാനും എൻജോയ് ചെയ്തു. ഇത് അമ്മ മേടിച്ച് അയച്ചു തന്നാണ്. അമ്മയ്ക്ക് എന്തോ ഈ സാരിയോട് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ അമ്മ ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് അമ്മ എടുത്ത്, ഈ ബ്ലൂ വരുന്ന ഷെയ്ഡ്. അപ്പോൾ ഇതൊരു വാടാമുല്ല കളറാണ്. അപ്പോൾ അമ്മയ്ക്കറിയാം എനിക്ക് വാടാമുല്ല കളർ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം വാടാമുല്ല കളറിൻ്റെ ബോർഡറിൽ നേവി ബ്ലൂ ആണ്. എനിക്കത് വളരെ കുഞ്ഞായിരിക്കുമ്പം ചൈനീസ് സിൽക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയാണെങ്കിൽ ഒരു ചൈനീസ് സിൽക്കിൻ്റെ മെറ്റീരിയൽ മേടിച്ചിട്ട് എനിക്ക് സൽവാർ, അമ്മയ്ക്ക് സാരി, ചേട്ടന് ജുബ്ബ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നൊരു പച്ചയും മെറൂണുമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിരത്തി പിടിച്ച് ടൈലറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് ക്ലോത്ത് അടിക്കുക. ചേട്ടന് സിൽക്ക് ജഗ ജഗ എന്ന് പറയുന്ന ജുബ്ബ, എനിക്ക് സൽവാർ, അമ്മയ്ക്ക് സാരി, എല്ലാം സെയിം കളർ. ഒന്ന് ആലോചിച്ച് നോക്ക് എന്തൊരു ബോറാണെന്ന്. പക്ഷെ അന്നേരം അത് ഭയങ്കര ഫാഷനായിരുന്നു. അപ്പോൾ ഈ ഒരു സാരി പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ചൈനീസ് സിൽക്കിൻ്റെ ഓർമ്മ വന്നു കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഇത്രയും കളർ, ഇതേ കളർ തന്നെ സാരിയുണ്ട്, പക്ഷെ എന്തോ എനിക്കിതിൻ്റെ ബോർഡർ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഭയങ്കര നല്ല വൈഡ് ബോർഡറാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ കേട്ടോ. ഇതാണ് എൻ്റെ പ്രശ്നം. എനിക്കിതേ സാരി ഉണ്ടെന്ന് എനിക്കറിയാം. ഇതേ കളറ് സാരി, പ്ലെയിൻ സാരി, ഒന്നുമില്ല കാര്യമായിട്ട് ബോർഡറിൽ. എന്നാലും ഈ കളറ് കാണുമ്പോഴത്തേക്ക് ഒരു ആക്രാന്തമാണ് ശരിക്കും പറഞ്ഞാൽ.
ഈ ബ്ലൗസാണ് ഞാൻ ഈ സാരിക്ക് യൂസ് ചെയ്തത്. കുട്ടിൻ്റെ സാരിയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഒരു തവണ നാട്ടിൽ പോകുമ്പോൾ ഞാൻ മറന്നു പോകും എനിക്ക് ഇതേപോലത്തെ സാരി ഉണ്ടെന്ന്. അപ്പം ഞാനത് അതുപോലത്തെ ഒരു സാരി പിന്നെയും മേടിച്ചു. എനിക്കൊന്ന് ഇതാണ് ഞാൻ ആദ്യം മേടിച്ച സാരി. ഇതിന് ഡാർക്ക് വയലറ്റ് ബ്ലൂ ബോർഡറാണ് ഈ സാരിക്കുള്ളത്. സത്യം പറയാൻ ഇതിനൊക്കെ വളരെ വില കുറവാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇത് തന്നെയാണ് പണി ഉള്ള സാരി എല്ലാം മേടിച്ചു കിട്ടുന്നത്. പക്ഷെ ഭയങ്കര ചീപ്പാണ് ഈ സാരിയൊക്കെ. വളരെ വില കുറവാണ്. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരും പറയത്തില്ല നമ്മൾ വില കുറഞ്ഞ സാരിയാണ് ഉടുക്കുന്നതെന്ന്. പിന്നെ എന്തോ ആ കളറൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇച്ചിരി വില കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പം 5000-ൻ്റെയും 3000-ൻ്റെയൊക്കെ സാരി ഉടുക്കണമെന്നില്ല എപ്പോഴും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താ പറയുക സില്ലി വ്ളോഗ് അല്ലേ, നമ്മുടെ സില്ലി വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് എല്ലാവരുടെ അടുത്തും പറയുക ഇങ്ങനൊരു അടിപൊളി വ്ളോഗുണ്ട് എല്ലാവരും കാണണമെന്ന്. അപ്പോൾ ഇനി അടുത്ത ഒരു സൂപ്പർ എപ്പിസോഡ് വരുന്നവരേക്കും ബൈ ഫ്രം മീ. ടേക്ക് കെയർ.